പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ അമിത്ഷാ പ്രസ്താവന നടത്തണം. അയോധ്യ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി മറുപടി പറയണം. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകണം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും പ്രതിഷേധം. പ്രതിപക്ഷ എംപിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് പാർലമെന്റ് കവാടത്തിലേക്ക് മാർച്ച് നടത്തും. നോബിൾ മാരിക്കാരനോട് വിശദാംശങ്ങളുമായി നോബിൾ ആദ്യം തൊട്ടേ ഉന്നയിക്കുന്ന ആവശ്യമാണ് അമിത്ഷാ ഈ CJP സമരത്തിലെ പോലീസ് അതിക്രമത്തിലൊക്കെ മറുപടി പറയണമെന്നുള്ളത്. അതടക്കമുള്ള മറ്റു വിഷയങ്ങൾ ഉന്നയിച്ചായിരിക്കും ഇന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഒപ്പം ഇന്ന് ഈ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നുണ്ടല്ലേ? കീർത്തന ഷിയാസ്, വെരി ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും ഇന്നും ഇപ്പോൾ പാർലമെന്റ് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമാകും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ നടന്നതിന് ശേഷം ഇതുവരെയായി സഭയിലേക്ക് വന്നിട്ടില്ല, പ്രധാനമന്ത്രിയും എത്തിയിട്ടില്ല. ഈ രണ്ട് വിഷയങ്ങൾ സജീവമായി തന്നെ പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർത്തുന്നതാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് എതിരെ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ അടക്കം ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഒപ്പം അയോധ്യ രാമക്ഷേത്രം പോലുള്ള ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് നീറ്റടക്കമുള്ള വിഷയങ്ങൾക്ക് പിന്നാലെ ശക്തമായി തന്നെ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ ED, CBI അടക്കമുള്ള ഏജൻസികൾ എവിടെയാണെന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നു. പ്രധാനമന്ത്രിയാണ് ഇതിൽ മറുപടി പറയുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചതടക്കം കേന്ദ്ര സർക്കാർ നിർദ്ദേശവും മേൽനോട്ടപ്രകാരവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനമന്ത്രിയാണ് മറുപടി പറയേണ്ടത് എന്ന നിലപാടാണ് ഉള്ളത്. ഈ രണ്ടുപേരും സഭയിൽ വരാത്തതാണ് ഏറ്റവും വലിയ സഭയെ പ്രക്ഷുബ്ധമാക്കുന്നതിന് പ്രധാന കാരണങ്ങൾ എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റ് പ്രധാന കവാടമായ മഗർദ്വാറിലാണ് പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഗാന്ധി പ്രതിമയിൽ നിന്ന് മഗർദ്വാറിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് എംപിമാർ നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 10:00 ആ മാർച്ച് ഉണ്ടാകും. അതിനുശേഷം മഗർദ്വാറിൽ പ്രതിഷേധിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇന്നും മഗർദ്വാറിൽ അങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സഭാ നടപടി ആരംഭിക്കുമ്പോൾ ഈ പ്രതിഷേധം സഭയ്ക്ക് അകത്തേക്ക് മാറ്റിക്കൊണ്ട് സ്തംഭിപ്പിക്കുക എന്നാണ് ലക്ഷ്യം. ഇന്നലെയൊക്കെ ലോക്സഭാ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതെ പിരിയുന്ന സാഹചര്യമുണ്ടായി. രാജ്യസഭയിലാണെങ്കിൽ പോലും മരണ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സായിക്കൊണ്ട് അതിവേഗം സഭ പിരിയുകയാണ് ചെയ്തത്. വലിയ പ്രതിഷേധമാണ് അവിടെയും ഉണ്ടായത്. എന്താണെങ്കിലും പ്രതിഷേധങ്ങൾ വലിയ തരത്തിൽ സഭയെ പ്രക്ഷുബ്ധമാക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യാനുള്ള കാഴ്ചകൾ രണ്ടാവാൻ പോകുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതിഷേധം കൂടുതൽ കനക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി അടക്കമുള്ള വിഷയങ്ങളും പ്രതിപക്ഷം ഇന്നിപ്പോൾ സഭയിൽ ഉന്നയിക്കും എന്ന വിവരം ലഭിക്കുന്നു. രാവിലെ തന്നെ എംപിമാർ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയങ്ങൾ നൽകും. അതാണ് നോബിൾ മാരിക്കാരനാണ് ആ വിശദാംശങ്ങൾ നൽകിയത്. ഇതുവരെ അമിത്ഷായുടെയോ പ്രധാനമന്ത്രിയുടെ മറുപടിയൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇതുവരെ സഭയിലേക്ക് തന്നെ എത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധി അടക്കം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും വിഷയങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം.